വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ വിപണി ക്രമപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ വിപണിയിൽ ഉണ്ടായിരുന്നത്. ഒട്ടുമിക്ക മേഖലകളിലും നിക്ഷേപ താല്പര്യം തന്നെയായിരുന്നു. രണ്ടാം നില ചെറുകിട ഓഹരികളെല്ലാം നിക്ഷേപ താല്പര്യം തുടരുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ തുടരുകയും സമാനമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ മുൻനിര സൂചികയായി നിഫ്റ്റി 23,500 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. US വിപണിയിലും യൂറോപ്യൻ വിപണിയിലും നേട്ടം തന്നെയാണ്. പക്ഷെ നമ്മുടെ വിപണിയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് നാളുകളായി വിൽപ്പന സമ്മർദ്ദം തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പന തന്നെയാണ്. ഇന്നലെയും ഏതാണ്ട് 4,000-ഓളം കോടി രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുമുണ്ടായി. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ സമാനമായ രീതിയിൽ നിക്ഷേപം നടത്തുന്നതൊന്നുകൊണ്ട് മാത്രമാണ് വിപണിയിൽ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ഒരു പ്രേരകമായി പ്രവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിലും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വിപണിയെ സ്വാധീനിക്കും. ഇന്നലെ തന്നെ കൊട്ടക് ബാങ്കിന്റെ പ്രവർത്തന ഫലം അത്ര മികച്ചതല്ലെങ്കിൽ കൂടി കൊട്ടക് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് മൊത്തത്തിൽ ബാങ്കിംഗ് ഓഹരികളെ ഇന്നലെ നേട്ടത്തിലെത്തിക്കാൻ പ്രേരിപ്പിച്ചത്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും ആഭ്യന്തര തലത്തിൽ ഇനി വിപണിയെ സ്വാധീനിക്കുക ഉണ്ടാവുക. അതോടൊപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപന നിലപാടുകളും വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ നിർണായകമായിരിക്കും. ഇന്നലെ വിപണി ഏതാണ്ട് ക്രമപ്പെടുന്ന ഒരു സാധ്യത ഉണ്ടായെങ്കിൽ കൂടിയും വോളറ്റിലിറ്റി ഇൻഡെക്സിൽ വലിയൊരു കയറ്റം ഉണ്ടായത് അത് ഒരു വിരോധാഭാസമായ ഒരു പ്രതിഭാസമാണ്. കാരണം സാധാരണഗതിയിൽ വിപണി ക്രമപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ വോളറ്റിലിറ്റി ഇൻഡെക്സും താഴേണ്ട ഒരു സാധ്യതയാണ് കാണേണ്ടിയിരുന്നത്. എന്നാൽ മറിച്ച് അത് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിപണി ഒരു ഫിയർ എന്ന് പറയുന്ന ഒരു ഘടകം വിപണിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും വരും ദിവസങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ തുറന്നേക്കാമെങ്കിൽ കൂടിയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ വിപണി നിർണായകമായിരിക്കും. ഒപ്പം തന്നെ 23,500 എന്നുള്ള മുൻനിര സൂചികയുടെ നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങുമെന്ന പ്രതീക്ഷയാണുള്ളത്. എന്തായാലും ഇന്ന് നേരിയ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.